ജീവിതത്തിൽ ഒരുപാട് ഗോൾസും ഒരുപാട് എയിംസും ലൈഫിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഈ സെറ്റ് ചെയ്ത് വെക്കുന്ന എയിംസും ഗോൾസും എത്തിപ്പിടിക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ അത് ആണോ എൻ്റെ മെയിൻ എയിം അല്ലെങ്കിൽ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുകയും ശേഷം ഈ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിഗ്രറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഒരു എയിമിന് വേണ്ടിയും ഈ ഒരു ഗോളിന് വേണ്ടിയും സ്പെൻഡ് ചെയ്തിട്ടുള്ള 2, 3, 4, 5, 6 അങ്ങനെ ഒരുപാട് വർഷങ്ങൾ റിഗ്രറ്റ് ചെയ്യുകയും പുതിയൊരു എയിം പുതിയൊരു ഗോൾ സെറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന ആ ഒരു സെനാരിയോ, ആ ഒരു സീൻ, അതിനെപ്പറ്റി ഞാൻ ഒരുപാട് ആലോചിച്ചു. അതായത് ഒരുപാട് വർഷങ്ങളോളം ഒരു പർട്ടിക്കുലർ ഗോളിലോ ഒരു പർട്ടിക്കുലർ എയിമിലോ ഫോക്കസ് ചെയ്തിട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ അതല്ല എൻ്റെ എയിം, അതല്ല എൻ്റെ ഗോൾ, എനിക്കിതിൽ പറ്റുപിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു റിയാലിറ്റിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് പുതിയൊരു ഗോളും പുതിയൊരു എയിമും പുതിയൊരു ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യുന്ന ആ ഒരു സെനാരിയോ എന്നെ ഒരുപാട് അലട്ടിയ ഒരു കാര്യമാണ്. അതായത് ഞാൻ അതിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ്. അതായത് എൻ്റെ എയിംസും എൻ്റെ ഗോൾസും അതിൻ്റെ പിന്നാലെ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള മോർ ദാൻ 5 or 6 ഇയേഴ്സ് എന്ന് പറയുന്നത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അതായത് ഞാൻ കളഞ്ഞിട്ടുള്ള ആ വർഷങ്ങൾ ഞാനൊന്ന് റിഗ്രറ്റ് ചെയ്യുന്നു. ആ സമയം ആ സമയം കളഞ്ഞ അവസ്ഥ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. ആ സമയത്ത് മറ്റു പല കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിന്ന് വേറെ ലെവലിൽ ഇരുന്നേനെ എന്ന് എനിക്ക് തോന്നലുണ്ട്. പക്ഷേ നമുക്കറിയില്ല, ബിക്കോസ് അത് നടന്നൊരു പോസിബിലിറ്റി അല്ല, നടക്കാതെ പോയൊരു പോസിബിലിറ്റിയാണ്. സോ നമുക്ക് ആ പോസിബിലിറ്റിയുടെ സക്സസ് റേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഈ ഒരു സെനാരിയോ ഞാൻ ഒരുപാട് ആലോചിച്ചപ്പോൾ മനസ്സിലായി, ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ ഈ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അവർ സെറ്റ് ചെയ്തേക്കുന്ന ഗോൾസും സെറ്റ് ചെയ്തേക്കുന്ന എയിംസും അവരുടെ ലൈഫിന് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ അവരതൊക്കെ സെറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവർ കടന്നു പോകുന്ന ലൈഫ് ഇൻസിഡൻസും സെനാരിയോസും അല്ലെങ്കിൽ ഓരോരോ നോളജും അല്ലെങ്കിൽ നോളജ് ഗ്യാതറിങ് ആയിട്ടുള്ള ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാകും, ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഗോൾസും ആ ഒരു എയിംസും അല്ല എൻ്റെ ലൈഫിന് ആക്ച്വലി വേണ്ടത്, അത് മറ്റൊന്നാണ്, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം മറ്റൊന്നാണെന്ന് മനസ്സിലാക്കി അത്രയും വർഷം ചെയ്ത് കൂട്ടിയ ആ വർക്ക്, ഓക്കെ, അതായത് ആ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് ഹാർഡ് വർക്ക് ആയിരുന്നു, സ്മാർട്ട് വർക്ക് ആയിരുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ ഈ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഫുള്ള് വേസ്റ്റ് ആവുകയാണ്. യെസ്, ആ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളും ആ സമയവും ഫുള്ളും വേസ്റ്റ് ആവുകയാണ്, റിഗ്രറ്റ് ചെയ്യുന്നൊരു സമയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ലെവൽ ഓഫ് രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന ഗോൾസും എയിംസും ലക്ഷ്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പതിയെ തോന്നി, ഓക്കെ, അത് ആക്ച്വലി എനിക്ക് വേണ്ടതായിരുന്നു, അതെൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഇറ്റ് ഈസ് യുവർ ടൈം, സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ് ആൻഡ് പിക്ക് ഓൺ സംതിങ് എൽസ്. അതായത് ഈ ഒരു തോന്നൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മോട്ടിവേഷൻ കുറഞ്ഞതോ ഇൻസ്പിറേഷൻ കുറഞ്ഞൊന്നുമല്ല, ഓക്കെ, നിങ്ങളുടെ വിൽ പവർ കുറഞ്ഞൊന്നുമല്ല, നിങ്ങളുടെ റിയാലിറ്റിയാണ്. അതായത് പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നൊരവസ്ഥ ഞാൻ വരുമ്പോഴത്തേക്ക് ഓർത്തിട്ടുണ്ട്, ഷോ മടിയാണോ, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് മോട്ടിവേഷൻ ഇല്ല, എനിക്ക് വിൽ പവർ ഇല്ലെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി അതെൻ്റെ ലൈഫ് എനിക്കെന്ന ഒരു സയൻസ് ആയിരുന്നു. ബ്രോ, യു ഗോട്ട് സ്റ്റോപ്പ്, ഓക്കെ, നിൻ്റെ ഗോൾസ് അല്ലെങ്കിൽ നിൻ്റെ എയിംസ് ഇവിടെ ആയിരിക്കത്തില്ല, വേറൊരു മേഖലയായിരിക്കും. നീ ചുമ്മാ ടൈം വേസ്റ്റ് ആക്കുവാണെന്ന് എൻ്റെ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു റിയാലിറ്റി എന്നോട് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ വേൾഡ് എന്നോട് പറഞ്ഞതായിരിക്കും. പക്ഷേ ഞാനത് വകവച്ചില്ല. ഐ വേസ്റ്റഡ് മൈ മോർ ദാൻ 6-7 ഇയേഴ്സ്, ഓക്കെ. അപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ ഒരു തോന്നൽ നിങ്ങളുടെ മടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഒന്നുമല്ല, അത് സയൻസാണ്. ആ സയൻസ് ഒരു പക്ഷേ 50% ആക്യുറേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 50% മടി തന്നെ ആയിരിക്കാം. പക്ഷേ ആക്യുറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗൈസ്, യു ഗോട്ട് ടു സ്റ്റോപ്പ് ഡൂയിങ് വാട്ട് യു ഡൂയിങ് റൈറ്റ് നൗ ആൻഡ് ഡൂ സംതിങ് എൽസ് വിച്ച് ഇസ് ഗോൺ റിസൾട്ട് which is going to give you positive result. Okay, so keep that in mind and be successful in life.